നമ്മൾ കടകളിലൊക്കെ പോയി കുടിക്കുന്ന നല്ല അടിപൊളി മൊജിറ്റോ ഇല്ലേ, അത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കിയാലോ. നല്ല അടിപൊളി സൂപ്പർ ടേസ്റ്റിൽ പെട്ടെന്ന് ഉണ്ടാക്കാം കേട്ടോ. 5 മിനിറ്റ് പോലും വേണ്ട, അങ്ങനെ റെഡിയാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മൊജിറ്റോ റെസിപ്പിയാണ്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കിയിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ, അടിപൊളിയാണ്. അപ്പോൾ ഇതിനാവശ്യമുള്ളത് എന്താ വെച്ചാൽ, നമ്മൾ പൊമിഗ്രാനൈറ്റ് കൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും ഫ്രൂട്ടാണെങ്കിൽ അത് വെച്ചിട്ടും ഇങ്ങനെ തന്നെ ഉണ്ടാക്കാം. പിന്നെ അതിൽ വേണ്ടതൊരു ഹാഫ് നാരങ്ങ നീര് വേണം. അപ്പോൾ ഇതുണ്ടാക്കുന്ന രീതിയാണ് കേട്ടോ. ഒരു ഗ്ലാസ്സിൽ അതിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ മിൻറ്റും ഉപ്പ്, നമ്മൾ ടേസ്റ്റിന് ആവശ്യത്തിനനുസരിച്ച് എത്ര എണ്ണം ഉണ്ടാക്കണം അതിനനുസരിച്ചിട്ടുള്ള ഉപ്പ്, പഞ്ചസാര അതും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ടിത് നന്നായിട്ട് ഈ ഒന്നിങ്ങനെ കുത്തി കൊടുക്കുക കേട്ടോ. ഇതുപോലെ നന്നായിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കുക. ഓവറായിട്ട് പിടിച്ചിട്ട് കുത്തണ്ട, ഗ്ലാസ്സല്ലേ അത് പൊട്ടിപ്പോവുള്ളൂ. അപ്പം ഇങ്ങനെ ചെറിയ രീതിയിൽ അതിങ്ങനെ കുത്തി കൊടുത്താൽ തന്നെ അതിൻ്റെ നീരൊക്കെ വന്നിട്ട് അപ്പം തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. ഈ പുതിനയിലയും നാരങ്ങ നീരും എല്ലാം കൂടിയിട്ട് നല്ലൊരു സ്മെല്ല് വരും കേട്ടോ. ഇനി ഇതാ നമ്മൾ സെർവ് ചെയ്യുന്ന ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ 2 ഗ്ലാസ്സിലായിട്ടാണ് കേട്ടോ ഇത് റെഡിയാക്കി വെക്കണത്. 2 ഗ്ലാസ്സും ഒരുപോലെ തന്നെ ഒഴിച്ചു കൊടുത്തു. അതിന് ശേഷം നമ്മൾ കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുക. 2ലും ഒരുപോലെ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അതിന് ശേഷം ഒരിത്തിരി വെള്ളം, കുറച്ച് മാത്രം വെള്ളം കേട്ടോ, അത് 2ലും ഒഴിച്ചു കൊടുത്തു. ശേഷം വീണ്ടും ഐസ് ക്യൂബ്സുകൾ ഇട്ട് കൊടുത്തത്. നല്ല തണുത്ത നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ കടയിൽ നിന്നൊക്കെ കുടിക്കണ അതേ ടേസ്റ്റ് തന്നെ കിട്ടി. ഞാൻ വിചാരിച്ചിട്ടില്ല, ഞാനിത് ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കുകയാണ്. ഞാൻ വിചാരിച്ചിട്ടില്ല ഇത് ഇത്ര അടിപൊളിയാവുന്നു കേട്ടോ. പിന്നെ ഒരു കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് മറ്റേ നാരങ്ങയൊക്കെ വെച്ച് കൊടുത്തത്. ഇനിയിപ്പോൾ ഇതിൽ ഒഴിച്ച് കൊടുക്കുന്നത് 7 അപ്പ്, അതിൻ്റെ മുകളിൽ ഫുള്ളായിട്ട് 7 അപ്പ് ഒഴിച്ച് കൊടുക്കുക. സെവനപ്പ് ഒഴിച്ച് കൊടുത്തു. ഇനി രണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലാം കൂടി മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായമൊക്കെ പറയുക.